ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. കുംഭമേളയിലെ വൈറൽ പെൺകുട്ടിയുടെ വിവാഹം നടത്തിയതിൽ പഞ്ചായത്തിന് വീഴ്ചയില്ലെന്ന് പോലീസ്. വിവാഹ രജിസ്ട്രേഷൻ നടത്തിയത് ആധാറും പാനും ജനന സർട്ടിഫിക്കറ്റും പരിശോധിച്ച ശേഷം പെൺകുട്ടി ഹാജരാക്കിയ രേഖകളിൽ 18 വയസ്സ് തികഞ്ഞിട്ടുണ്ടെന്നുമാണ് പറയുന്നത്. വിവാഹം നടന്നതിൽ മറ്റ് ദുരൂഹതകളില്ല എന്നും അടക്കമുള്ള അന്വേഷണ റിപ്പോർട്ട് റൂറൽ SP DGPക്ക് കൈമാറിയിട്ടുമുണ്ട്. ഹരിമോഹൻ വിവരങ്ങൾ നൽകും. ഹരി, ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാ ഡോക്യുമെന്റ്സും പരിശോധിച്ചിരുന്നു, യാതൊരു പ്രശ്നങ്ങളും അതിൽ കണ്ടില്ല എന്ന് പഞ്ചായത്ത് പറയുന്നു, അതോടൊപ്പം പോലീസും പറയുന്നു. ഒരു സതുദ്ദേശത്തോടു കൂടിയാണ് CPM നേതാക്കൾ ഇതിൽ ഇടപെട്ടത്. അതൊരു കേരള സ്റ്റോറിയായി അവതരിപ്പിക്കുകയും ചെയ്തു. പക്ഷെ ശരിക്കും അപ്പോൾ എന്താണ് ഇതിൽ സംഭവിച്ചിരിക്കുന്നത്? ശ്രീ, ഗുഡ് മോർണിംഗ്. ഇതൊരു റിയൽ കേരള സ്റ്റോറി തന്നെയാണ് എന്നുള്ളതാണ് കേരള പോലീസിന്റെ അന്വേഷണത്തിലൂടെ കണ്ടെത്തിയിരിക്കുന്നത്. അതായത് കേരളത്തിൽ നടന്നിട്ടുള്ള വിവാഹത്തിൽ ഇവിടെ ഒരു പിഴവും സംഭവിച്ചിട്ടില്ല. ഇവർ ഹാജരാക്കിയ എല്ലാ രേഖകളും ആധികാരികം തന്നെയാണ്. അതിൽ ഒരു തരത്തിലുള്ള വ്യാജരേഖകളും ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ള കണ്ടെത്തലിലേക്കാണ് കേരള പോലീസ് എത്തിയിരിക്കുന്നത്. സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം പൂവാർ പോലീസാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള അന്വേഷണം നടത്തിയത്. മാർച്ച് 11-ാം തീയതി പൂവാറിലെ ഒരു ക്ഷേത്രത്തിൽ വെച്ചാണ് ഇവർ തമ്മിലുള്ള വിവാഹം നടക്കുന്നത്. ആ വിവാഹത്തിന് ശേഷമാണ് പൂവാർ പഞ്ചായത്തിൽ ഇതിന്റെ രജിസ്ട്രേഷന് വേണ്ടി ഇവർ രേഖകൾ ഹാജരാക്കിയത്. രേഖകൾ എന്ന് പറയുമ്പോൾ അതിൽ ആധാർ കാർഡ് ഉണ്ടായിരുന്നു, പാൻ കാർഡ് ഉണ്ടായിരുന്നു, ജനന സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു. ഈ 3 രേഖകളും പരിശോധിച്ച് ഉറപ്പുവരുത്തി 18 വയസ്സാണ് എന്നുള്ള കാര്യം സ്ഥിരീകരിച്ച ശേഷമാണ് പൂവാർ പഞ്ചായത്ത് അധികൃതർ വിവാഹം രജിസ്റ്റർ ചെയ്തത് എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ രേഖകൾ ആ സമയത്ത് പരിശോധിക്കുമ്പോൾ വ്യാജമാണെന്ന് കണ്ടെത്തിയിട്ടില്ല. മാത്രമല്ല അതിൽ 18 വയസ്സായി എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് രജിസ്ട്രേഷന് അനുമതി നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് പഞ്ചായത്ത് അധികൃതരുടെ ഭാഗത്തുനിന്ന് ഒരു തരത്തിലുള്ള വീഴ്ചയും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഇനിയിപ്പോൾ വേണമെങ്കിൽ അന്വേഷണം മധ്യപ്രദേശിലേക്ക് കൊണ്ടുപോകാവുന്നതാണ്. മധ്യപ്രദേശിൽ ഈ ജനന സർട്ടിഫിക്കറ്റ് എടുത്തതുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ വഴി അന്വേഷിക്കേണ്ടതുണ്ട്. അതല്ലാതെ കേരളത്തിൽ ഇത് സംബന്ധിച്ചിട്ടുള്ള ഒരു തരത്തിലുള്ള ഇടപാടുകളും നടന്നിട്ടില്ല, അല്ലെങ്കിൽ ഇടപെടലുകളും നടന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് കേരള പോലീസ് പറയുന്നത്. രേഖകളിന്മേൽ യാതൊരു തരത്തിലുള്ള കൃത്രിമത്വവും ഉണ്ടായിട്ടില്ല എന്നുള്ളത് കൂടി പോലീസ് കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. റൂറൽ SP ഇത് സംബന്ധിച്ചിട്ടുള്ള വിശദമായ റിപ്പോർട്ട് സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയിട്ടുണ്ട്. ഇതിന്മേൽ ലഭിച്ചിട്ടുള്ള നിരവധി പരാതികളുടെ അടിസ്ഥാനത്തിലാണ് ഒരു പ്രാഥമിക അന്വേഷണം നടത്താൻ വേണ്ടി സംസ്ഥാന പോലീസ് മേധാവി നേരത്തെ നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പൂവാർ പോലീസ് ഇതിന്റെ അന്വേഷണം നടത്തിയത്. ഇന്നലെ പഞ്ചായത്ത് അധികൃതരുടെ മൊഴിയും രേഖപ്പെടുത്തിയിരുന്നു. സാധാരണഗതിയിൽ ഒരു വിവാഹം രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ രേഖകളും പെൺകുട്ടി വിവാഹം കഴിച്ച ഫർമാൻ ഖാനും ഹാജരാക്കിയിട്ടുണ്ടായിരുന്നു. ആ രേഖകളെല്ലാം തന്നെ പഞ്ചായത്തിൽ വെച്ച് പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ശേഷം തന്നെയാണ് വിവാഹം നടത്തിയത്. തുടർന്ന് ഈ വിവാഹം നടന്ന ക്ഷേത്രത്തിലെ ഭാരവാഹികളുടെ മൊഴിയും രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. സാധാരണ വിവാഹം നടക്കുന്ന പോലെ തന്നെയാണ്. അതിൽ മറ്റ് ഇടപെടലുകളൊന്നും ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ മൂന്നാം കക്ഷികളുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിൽ സംശയാസ്പദമായിട്ടുള്ള ഇടപെടലുകളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. അതായത് ഈ വിവാഹം സംബന്ധിച്ച് ഒരു തരത്തിലും ദുരൂഹതയില്ല എന്നുള്ള നിഗമനത്തിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ സംസ്ഥാന പോലീസ് മേധാവിക്ക് ലഭിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതിൽ തീരുമാനമെടുക്കേണ്ടത് സംസ്ഥാന പോലീസ് മേധാവിയാണ്. ഇതിന്റെ അന്വേഷണം കൂടുതൽ തലങ്ങളിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട് എന്നുള്ള കാര്യം ഇന്നൊരു പക്ഷേ തീരുമാനിച്ചേക്കും. ശരി, ഹരിമോഹനാണ് വിവരങ്ങൾ നൽകിയത്.